കലാഭവൻ മണി എന്ന കലാകാരനെ കലാകാരനും അതിലുപരി മനുഷ്യസ്നേഹിയെ മറന്നു കാണില്ല ആരും. അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയില്ല മണിയെ. അത്രയ്ക്ക് അടുത്തു പോയവരാണ് നമ്മൾ മലയാളികൾ. അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ട് ഇത് ആദ്യത്തെ ഓണമാണ്. അങ്ങനെ വിശ്വസിക്കാൻ തന്നെ കഴിയുന്നില്ല. ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോൾ അമിതമായ അളവിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മാർച്ച് 6-നായിരുന്നു മണിയുടെ മരണം രേഖപ്പെടുത്തിയത്. ആ വാർത്ത മലയാളികൾ ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. മണിയില്ലാത്ത ഈ ഓണം എല്ലാ മലയാളികൾക്കും വേദന നൽകുന്നതാണ്. അദ്ദേഹത്തെ അടുത്തറിയാവുന്നവർക്ക് ഹൃദയഭേദകവും. സാധാരണ കുറച്ച് പുറകിലോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ സിനിമാ പ്രവേശനത്തിന് മുമ്പേ നാടൻ പാട്ടുകളുടെ കാസറ്റുകൾ ഓണത്തിന് പുറത്തിറങ്ങുമായിരുന്നു. അതിലൂടെയാണ് മണി മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയത്. അദ്ദേഹത്തിന്റെ നാട്ടുകാർക്കിടയിൽ മണി എന്നത് കലാകാരനുപരി വലിയൊരു മനുഷ്യസ്നേഹിയാണ്. ഏതൊരു നിസ്സഹായ അവസ്ഥയിലും ഒരു ഫോൺ കോളിലൂടെ ഒഴുകിയെത്തുന്ന കനിവെന്ന മഹാസത്യം. ആ മനുഷ്യസ്നേഹിയെ നാം ഒരിക്കലും മറന്നുകൂടാ. കാസറ്റുകളുടെ കാലം കഴിഞ്ഞപ്പോൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അദ്ദേഹം കാഴ്ചയായി തന്നെ ഒളിമങ്ങാത്ത ചിരിയുമായി നാടൻ പാട്ടുകളുമായി എത്താറുണ്ടായിരുന്നു. ഇന്നിനി അതില്ല. ഈ ഓണനാളുകളിൽ കാണാനായി കാത്തിരിക്കുന്ന ആഗ്രഹിക്കുന്ന ഇല്ല എന്നത് സത്യമാണ്. എങ്കിലും അദ്ദേഹത്തിന്റെ ആ ചിരിയുടെ ഓർമ്മകൾ എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഈ ഓണക്കാലത്ത് നിറയ്ക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കലാഭവൻ മണിയുടെ ഓർമ്മകളോടെ ഓണാശംസകളോടെ മലയാളം ക്രിയേഷൻസ്. പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.